السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്തലിം സുഹൃത്തുക്കളെ, നാം ജീവിക്കുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. വിവര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടവും ആഗോളവൽക്കരണവും അതിരുകൾ ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോഴും ലോകത്തിന്റെ വിവിധ കോണുകളിൽ അശാന്തിയുടെയും പലായനത്തിന്റെയും കെടുതികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ മാനുഷികതയുടെയും സഹാനുഭൂതിയുടെയും അടിസ്ഥാന ചോദ്യമായി നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വിഷയമാണ് അഭയാർത്ഥി പ്രശ്നം. ഭവനരഹിതരും സ്വന്തം മണ്ണിൽ നിന്ന് പറിച്ചു നടപ്പെട്ടവരുമായ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് ലോകത്തിന് മുന്നിൽ നിലകൊള്ളുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. ആരാണ് ഈ അഭയാർത്ഥികൾ? കേവലം ഏതെങ്കിലും രാജ്യത്തിന്റെ അതിർത്തി കടന്നു പോകുന്ന സഞ്ചാരികളോ ഭാഗ്യം തേടി പോകുന്ന കുടിയേറ്റക്കാരോ അല്ല അവർ. യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് UNHCR പറയുന്നതനുസരിച്ച് വംശം, മതം, ദേശീയത, പ്രത്യേക സാമൂഹിക വിഭാഗത്തിലെ അംഗത്വം, രാഷ്ട്രീയ അഭിപ്രായം എന്നിവ കാരണങ്ങളായി പീഡിപ്പിക്കപ്പെടുമെന്ന് ന്യായമായ ഭയമുള്ളത് കൊണ്ട് സ്വന്തം രാജ്യത്തിന് പുറത്ത് അഭയം തേടുകയും സ്വന്തം രാജ്യത്തിന്റെ സംരക്ഷണം സ്വീകരിക്കാൻ കഴിയാതിരിക്കുകയോ ആഗ്രഹിക്കാതിരിക്കുകയോ ചെയ്യുന്ന വ്യക്തികളാണ് അഭയാർത്ഥികൾ. യുദ്ധങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, രാഷ്ട്രീയ അടിച്ചമർത്തലുകൾ, വർണ്ണവെറി, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെല്ലാം അഭയാർത്ഥി പ്രവർത്തനത്തിന് കാരണമാകും. സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ സുരക്ഷിതമല്ലാത്തത് കൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം വീടും നാടും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ നിർബന്ധിതരായവരാണ് അവർ. അഭയാർത്ഥി പ്രവാഹം എന്നുള്ളത് ഒരൊറ്റപ്പെട്ട പ്രതിഭാസമല്ല. ലോകമെമ്പാടുമുള്ള സങ്കീർണമായ സാമൂഹിക പാരിസ്ഥിതിക സാഹചര്യങ്ങളാണ് ഇതിന് പിന്നിൽ. സിറിയൻ ആഭ്യന്തര യുദ്ധം, അഫ്ഗാനിസ്ഥാനിലെ സംഘർഷങ്ങൾ, മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമുകൾക്കെതിരായ അക്രമങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വംശീയ കലാപങ്ങൾ എന്നിവയെല്ലാം സമീപകാലത്ത് വലിയ അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമായി. ഈ സംഘർഷങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ബലമായി കുടിയിറക്കപ്പെട്ടവരോ അഭയാർത്ഥികളോ ആണ്. 2024 കണക്ക് പ്രകാരം ലോകത്ത് ഏകദേശം 120 ദശലക്ഷം ആളുകൾ ബലമായി കുടിയിറക്കപ്പെട്ടവരോ അഭയാർത്ഥികളാണ്. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, വരൾച്ച, വെള്ളപ്പൊക്കം, കടൽ നിരപ്പ് ഉയരുന്നത് ഇതെല്ലാം കൂടുതൽ ആളുകളെ അഭയാർത്ഥികളാക്കുന്നു. ഇവർ കാലാവസ്ഥാ അഭയാർത്ഥികൾ എന്നറിയപ്പെടുന്നു. അഭയാർത്ഥി പ്രശ്നം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നു. ഇത് കേവലം മാനസിക പ്രതിസന്ധി മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തെയും സമ്പദ് വ്യവസ്ഥയെയും സാമൂഹിക പ്രതിസന്ധിയെയും സ്വാധീനിക്കുന്നു. അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തികമായും സാമൂഹികമായും വലിയ ഭാരം ഏറ്റെടുക്കേണ്ടി വരുന്നു. എന്നാൽ മാനുഷികതയുടെ അടിസ്ഥാനത്തിൽ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? രാജ്യാന്തര നിയമങ്ങളും ഉടമ്പടികളും ഉണ്ടായിരുന്നിട്ടും പലപ്പോഴും ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ വേണ്ടത്ര സഹാനുഭൂതിയോ താല്പര്യമോ കാണിച്ചില്ല എന്ന വിമർശനം ഉയരുന്നുണ്ട്. ഓരോ അഭയാർത്ഥികളുടെയും കണ്ണീർ ലോക മനസാക്ഷിയോടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ സഹജീവികളോട് എന്ത് ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്? പ്രിയമുള്ളവരെ, അഭയാർത്ഥികൾ എന്നത് ഒരു കണക്കുകളല്ല, മറിച്ച് വേദനിക്കുന്ന മനുഷ്യരാണ്. അവരുടെ അവസ്ഥ നമ്മുടെ ശ്രദ്ധയും സഹാനുഭൂതിയും അർഹിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരുകൾക്കും അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്കും മാത്രമല്ല, നമ്മൾ ഓരോ വ്യക്തികൾക്കും പങ്കുണ്ട്. അഭയാർത്ഥികളെ മനുഷ്യരായി കാണാനും അവരെ ദുരിതങ്ങളിൽ പങ്കുചേരാനും അവരോട് വിവേചനം കാണിക്കാതിരിക്കാനും നമ്മോട് കഴിയണം. ഈ ലോകം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന ചിന്തയോടെ മാനുഷിക ലോകത്തിന് മൂല്യം നൽകി ഈ ചോദ്യത്തിന് ഒരു നല്ല ഉത്തരം നൽകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.